ശ്രീലാൽ, ഈ വിഷയത്തിൽ ഇപ്പോൾ BJP മൂഡ് നമുക്കറിയാം. കാരണം അത് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അതിനിപ്പോൾ അതിൻ്റെ വേറെ ഏതെങ്കിലും തരത്തിൽ കണക്കെടുപ്പിൻ്റെതായിട്ടുള്ള ആവശ്യം ഇല്ല. ഇത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതൊരു പ്രധാനപ്പെട്ട പരിശോധിക്കേണ്ട കാര്യമാണോ? കാരണം മോദി ഗ്യാരണ്ടി എന്ന നിലയിൽ പറഞ്ഞാണ് ഈ പ്രചരണ രംഗത്തേക്ക് വന്നത്. 400 സീറ്റ് എന്നൊരു ആത്മവിശ്വാസം അടിച്ചു പരത്തും വിധം പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ ഇതിൽ നിന്നെല്ലാം 2 ഘട്ടം കഴിയുമ്പോൾ നേരെ പ്ലേറ്റ് മാറ്റി അങ്ങേയറ്റം തീവ്രമായിട്ടുള്ള അപകടകരമായിട്ടുള്ള മുസ്ലിം വിരോധത്തിലേക്ക് മാറുന്നു. അപ്പോൾ ഇതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച പല ഘടകങ്ങളെ നേരത്തെ അരുൺ സൂചിപ്പിച്ചു. രാഷ്ട്രീയമായ നിരീക്ഷണം ഈ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നടത്തുന്നുണ്ട്. ഏറ്റവും അധികം മോദിയെ ആശങ്കപ്പെടുത്തുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അങ്ങനെയൊന്ന് കണ്ടതുകൊണ്ടാണോ, അതോ സ്വാഭാവികമായി പറഞ്ഞു പോകുന്ന മോദി ലൈനാണോ ഇത്, അല്ലെങ്കിൽ RSS ലൈനാണോ ഇത്? അതിനപ്പുറം ഘടകങ്ങൾ ഗൗരവമായി അവർ ആശങ്കയോടെ കാണുന്നതുണ്ടോ? നേരത്തെ സ്വാഭാവികമായി പറഞ്ഞു പോകുന്ന ഒരു നേതാവല്ല നരേന്ദ്രമോദി എന്നുള്ള നമുക്ക് ഈ കാലം കൊണ്ട് തന്നെ മനസ്സിലായ കാര്യമാണ്. അദ്ദേഹം ആദ്യം വന്നപ്പോൾ 2009 വന്നപ്പോഴോ 2014 വന്നപ്പോഴോ 2019 ഒന്നും അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല. ചെറിയ ഈ വികാരമുണർത്തുന്ന ഹിന്ദു വികാരമുണർത്തുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു പോയെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കടുത്ത പ്രയോഗങ്ങൾ നടത്തിയിരുന്നില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള കാര്യം. 1. 2, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തന്നെ പല തലങ്ങളുണ്ട്. ആദ്യം പൊളിറ്റിക്സും ഡെവലപ്മെൻറ്റും ഒക്കെ ഉപയോഗിച്ചുള്ള ക്യാമ്പയിനായിരിക്കും തുടങ്ങുക. BJPയും തുടങ്ങിയത് അങ്ങനെ തന്നെയാണ്. പിന്നെ BJP സർക്കാരിൻ്റെ നയങ്ങളും കാര്യങ്ങളും പറയുന്നതോടൊപ്പം തന്നെ രാമക്ഷേത്ര നിർമ്മാണം അവരുടെ സർക്കാരിൻ്റെ നടപ്പിലാക്കിയ അജണ്ടകളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ രാമക്ഷേത്ര നിർമ്മാണവുമെല്ലാം, രാമക്ഷേത്രം നിർമ്മിച്ചതും പ്രാണപ്രതിഷ്ഠയും എല്ലാം ഈ ചർച്ചകൾ ഈ ക്യാമ്പയിനിൽ ആ തുടക്കത്തിലേ വന്നിരുന്നു. അതിനകത്ത് അത് സർക്കാരിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണെന്നുള്ള രീതിയിലായതുകൊണ്ട് തന്നെ അങ്ങനെ അതെല്ലാം പറഞ്ഞു തന്നെ പോവുകയായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ഈ ക്യാമ്പയിൻ്റെ രീതി മാറുന്നത്. അപ്പോൾ രണ്ടാമത് ഒരു പക്ഷേ സാധാരണ ഘട്ടത്തിൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഉണ്ടാകേണ്ട ഒരു ക്യാമ്പയിൻ രീതിയുണ്ട്. ക്യാമ്പയിൻ ഓഫ് അബ്സേർഡിറ്റി എന്ന് പറയുന്നൊരു രീതിയുണ്ട്. അതായത് അബദ്ധവും ഒപ്പം തന്നെ കളവുമെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു അവസാന ശ്രമം എന്ന നിലയ്ക്ക് അങ്ങനെയുള്ള ഒരു ക്യാമ്പയിൻ രീതിയുണ്ട്. ക്യാമ്പയിൻ പല രീതികളുള്ളതിൽ ഒന്ന് ആണ് ഞാൻ പറയുന്നത്. ഇത് പക്ഷേ സാധാരണ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് അത്തരം ഒരു രീതിയിലേക്ക് മാറുക. കാരണം ഏറ്റവും അവസാന ഘട്ടത്തിൽ കയ്യിലിരിക്കുന്ന ആയുധങ്ങളെല്ലാം പൊട്ടിക്കുന്ന രീതിയിൽ എടുത്തു പ്രയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ക്യാമ്പയിൻ ഓഫ് അബ്സേർഡിറ്റി അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്ന രീതിയുണ്ട്. പക്ഷേ അത് സാധാരണ പ്രയോഗിക്കാറില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അവസാന ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യം. ഇതിപ്പോൾ ആദ്യ ഘട്ടത്തിൽ തന്നെ, അതായത് 2ാം ഘട്ടത്തിൽ ഒരു പക്ഷേ ക്യാമ്പയിനിലേക്ക് പോകുന്നു. ഇപ്പോൾ ജനുവരി മാസത്തിൽ തുടങ്ങിയ ക്യാമ്പയിനാണ്. ഏറ്റവും ആദ്യം ക്യാമ്പയിൻ തുടങ്ങിയ BJP തന്നെയാണ്. ഇത് തുടങ്ങിയ ക്യാമ്പയിനിലൊന്നും ഇല്ലാതിരുന്ന ഒരു ഘട്ടം വളരെ പെട്ടെന്ന് BJP എടുത്തു വയ്ക്കുന്നു എന്നുള്ളത്, അത് പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ വോട്ടിൻ്റെ ഒരു ശതമാനക്കുറവ്, അതിന് മറികടക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ട് 2ാം ഘട്ടത്തിൽ അത് പ്രതിഫലിച്ചില്ല എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു വരവാണ് അത് വരുന്നത്. കാരണം ഈ 400 ഇസ് ബാർ 400 പാർ എന്നുള്ള ഒരു പ്രയോഗം, അതോടൊപ്പം തന്നെ മോദിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മറ്റു പ്രയോഗങ്ങൾ, ഈ പ്രയോഗങ്ങളൊന്നും കാര്യമായി ഗുണം ചെയ്യുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് തന്നെയാണ് BJP ഇത്തരം ഒരു ഘട്ടത്തിലേക്ക്, പ്രധാനമന്ത്രി നേരിട്ട് ഇങ്ങനൊരു ഘട്ടത്തിലേക്ക് മാറാൻ കാരണം എന്നുള്ളത് ഒരു സംശയവുമില്ല കാര്യത്തിൽ. കാരണം മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് മോദിയിലേക്ക് മാത്രമായി BJPയുടെ ഏക അജണ്ട. കാരണം അതിനുള്ള കാരണം നേരത്തെ ശ്രീ അരുൺകുമാർ പറഞ്ഞതുപോലെ രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങൾ കാര്യമായ ഒരു സ്വാധീനം ഉണ്ടാക്കാത്ത ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ള തിരിച്ചറിവ് BJPയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കാരണവശാലും മറക്കാതിരിക്കേണ്ട ഒരു കാരണമുണ്ട്. ഓരോ ഘട്ടത്തിലും ഓരോ ക്യാമ്പയിൻ്റെയും അത് എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് കണക്കെടുപ്പ് നടത്തുന്നുള്ള കൃത്യമായ ടീം BJPക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ മറക്കരുത്. അങ്ങനെ ഓരോ വിഷയവും അത് ഏത് തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്ന് തിരിച്ചറിഞ്ഞ് തന്നെയാണ് BJP ക്യാമ്പയിൻ തുടങ്ങുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത് രാമക്ഷേത്രമൊന്നും കാര്യമായ ഒരു ഗുണം ചെയ്യുന്നില്ല എന്നുള്ള തിരിച്ചറിവ് വന്നപ്പോൾ ആണ് ഈ 400 പാർ എന്നുള്ളത് തിരിച്ചടിയായപ്പോഴാണ് BJP ഇത്തരത്തിൽ ഒരു പ്രധാനമന്ത്രി നേരിട്ട് ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് മാറുന്നത്. എവിടെ പോയി മോദിക്ക് ഗ്യാരണ്ടി? ഇപ്പോൾ ഇന്ന് ഏതൊരു ചാനലിൽ അമിത്ഷാ ആണ് ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ തുടങ്ങി 1ാം ഘട്ടത്തിന് മുമ്പ് പോലും പ്രചാരണം തുടങ്ങിയ ശേഷം ആദ്യമായിട്ട് മോദിക്ക് ഗ്യാരണ്ടി പറയുന്നത് ഇന്ന് ആണ്. അമിത്ഷാ ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ കൊടുത്തപ്പോൾ പറയുന്നത് മാത്രമാണ്. അല്ലാതെ പ്രധാനമന്ത്രി ഈ ക്യാമ്പയിനിൽ എവിടെയും മോദിക്ക് ഗ്യാരണ്ടി പറയുന്നില്ല. കാരണം വിലക്കയറ്റവും അതോടൊപ്പമുള്ള തൊഴിലില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾ സാധാരണക്കാരനെ ബാധിച്ചു തുടങ്ങിയെന്നുള്ളൊരു കണക്കെടുപ്പ് BJPക്കുണ്ട്. അത് രണ്ടാമത് ഈ പറഞ്ഞ ഈ 400 ബാർ എപ്പോഴാണ് പ്രധാനമന്ത്രി നിർത്തിയത്? 400 പാർ വന്നു കഴിഞ്ഞാൽ ഭരണഘടനാ ഭേദഗതി ചെയ്യുമെന്ന് BJP നേതാക്കൾ തന്നെയാണ് ക്യാമ്പയിൻ പ്രചാരണം നടത്തിയത്. ഈ തെരഞ്ഞെടുപ്പിൽ മോദി ഇസ് ബാർ 400 പാർ 400 കടക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് ഒരു പടി കൂടി കടത്തിക്കൊണ്ട് BJP നേതാക്കൾ ആണ് പറഞ്ഞത് ഈ 400 കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരും. അപ്പോഴാണ് പ്രതിപക്ഷം ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഈ സംവരണം എടുത്തു കളയുമെന്നുള്ള ആശങ്ക രേഖപ്പെടുത്തി തുടങ്ങിയത്. ആ ആശങ്ക രേഖപ്പെടുത്തി തുടങ്ങിയപ്പോൾ 400 പാർ എന്നുള്ള കഥ അവിടെ നിന്നു. അതിനപ്പുറത്തേക്ക് 400 പാർ പോയില്ല. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും BJP കൃത്യമായി
കണക്കെടുപ്പ് നടത്തി ഈ ക്യാമ്പയിൻ എവിടെയൊക്കെ കൊള്ളുന്നു, ഏതൊക്കെ രീതിയിൽ കൊള്ളുന്നു, എങ്ങനെയൊക്കെ അതിൽ പ്രതികരണം ഉണ്ടാകുന്നു, ഏതൊക്കെ രീതിയിൽ ഇത് പ്രതിഫലിക്കുന്നു എന്ന് കണ്ടെത്തി തന്നെയാണ് ഈ ക്യാമ്പയിൻ്റെ ഈ ഒരു തലങ്ങൾ മാറ്റുന്നത്. അവിടെയാണിപ്പോൾ ഞാൻ തീർത്ത് പറയും, അവിടെയാണിപ്പോൾ ക്യാമ്പയിൻ ഓഫ് അബ്സേർഡിറ്റി എന്നുള്ള ഈ അബദ്ധം, കള്ളവും തെറ്റും പറഞ്ഞുകൊണ്ടുള്ള ക്യാമ്പയിനിലേക്ക് BJP എത്തിയിരിക്കുന്നത്.